ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് സെറ്റ് കെമിസ്ട്രിയുടെ ഒരു 3 മന്ത് സ്റ്റഡി പ്ലാനുമായിട്ടാണ്. ഒരു 90 ദിവസം കൊണ്ട് സെറ്റ് സിലബസ് ഏറ്റവും മേജർ ഏരിയാസ് കവർ ചെയ്തുകൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റഡി പ്ലാനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേണ്ടിരിക്കേണ്ടതുണ്ട്. അതായത് എക്സാം പ്രിപ്പറേഷൻ ടൈമിൽ നമ്മളൊരു സ്റ്റഡി സ്കെഡ്യൂള് പ്ലാൻ ചെയ്യുക. അത് നമ്മുടെ ടൈം വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് വേണം ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ എൻഗേജ് വർക്കിംഗ് ഒന്നും അല്ല എങ്കിൽ, നിങ്ങൾ ഫുള്ളി ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു 5 മണിക്കൂർ നിങ്ങളുടെ സ്റ്റഡീസിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആ പഠിച്ച പോർഷൻസ് അതേ ദിവസം തന്നെ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. വർക്കിംഗ് ആയിട്ടുള്ളവരാണ് എങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്നത്, നിങ്ങളിപ്പോൾ വർക്കിംഗ് ടൈമിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹോം മേക്കേഴ്സ് ആണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത്, കിച്ചണിൽ നിൽക്കുന്ന സമയത്ത്, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ട് ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ ഫുള്ളി സ്റ്റിക്ക് ഓൺ ചെയ്യുക. 5 മണിക്കൂർ, കൃത്യം 5 മണിക്കൂർ നിങ്ങൾ സ്റ്റഡീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങൾ ആദ്യമേ എടുക്കുക. നമ്മൾ സിലബസ് കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ഡ്രൈ ഏരിയാസ് കാണും. അത് എപ്പോഴും അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരണമെന്നില്ല. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ കുറച്ച് കോർ ഏരിയാസ് ഉണ്ടാവും. സപ്പോസ് ഇനോർഗാനിക്കിലാണെങ്കിൽ കോർഡിനേഷൻ കെമിസ്ട്രി, ബയോ ഇനോർഗാനിക്, ഓർഗാനോ മെറ്റാലിക്സ് ഒക്കെ വളരെ കോർ ഏരിയാസ് ആണ്. അതിൽ നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാറുമുണ്ട്. അപ്പം അതുപോലെ ഓരോ സെക്ഷനിലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വേണം ആദ്യമേ കവർ ചെയ്ത് പോകാനായിട്ട്. ഇപ്പോഴും ഓർക്കുക, നമ്മൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ അത് ഇൻസ്റ്റന്റ് ആയിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതലും നിങ്ങൾക്ക് പാടുള്ള ഏരിയാസ് രാവിലെ സമയങ്ങളിൽ വെളുപ്പാങ്കാലത്തൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ആ ഉറക്കം വരുന്ന സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്കൽ കെമിസ്ട്രിയിലെ പ്രോബ്ലംസ് ഒക്കെ വരുന്ന NMRന്റെ സ്ട്രക്ചറൽ ഇലൂസിഡേഷൻ, അല്ലെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രിയിലെ പ്രോബ്ലംസ്, അപ്പോൾ അത് നമുക്ക് ഉറക്കമൊക്കെ പോകുന്നൊരു സംഭവമായിരിക്കും അല്ലെ. നമുക്ക് ട്രിക്ക് വെച്ചിട്ട് ചെയ്യാനും നമുക്ക് കുറച്ചുകൂടി നമ്മൾ ഉണർവ് വരും. ഉറക്കം മാറിയിട്ട് സിംപ്ലി റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയാസ് ഒക്കെ ആണെങ്കിൽ, ഇനോർഗാനിക് ഒക്കെ ആണെങ്കിൽ പിന്നെയും നമ്മൾ ഉറങ്ങി പോകത്തുള്ളൂ. പക്ഷെ ഓർഗാനിക് അതുപോലെ ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്താൽ നമുക്ക് ഉറക്കം ഒന്ന് മാറുക തന്നെ ചെയ്യും. വൈകുന്നേരങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ റിവിഷൻ ആയിരിക്കണം മാക്സിമം പ്രിഫർ ചെയ്യേണ്ടത്. ആ ദിവസം പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പോവുക. നമുക്ക് പ്രധാനമായിട്ടും ഇനോർഗാനിക്, ഓർഗാനിക്, ഫിസിക്കൽ എന്ന രീതിയിൽ എടുക്കണം. അതുപോലെ തന്നെ +1 +2 നോക്കേണ്ട ഏരിയാസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ പറയുന്നത്. അപ്പൊ നമുക്കൊരു 90 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ 1 മാസം കൊണ്ട് ഇനോർഗാനിക് കെമിസ്ട്രി കവർ ചെയ്യുക, അതിനുശേഷം ഫിസിക്കല്, അതിനുശേഷം ഓർഗാനിക്. ഓക്കെ, അപ്പൊ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കോർഡിനേഷൻ കോംബോ, ഓർഗാനോ മെറ്റാലിക്, ബയോ ഇനോർഗാനിക്, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്, അതിനുശേഷം കെമിക്കൽ പീരിയോഡിസിറ്റി, കെമിക്കൽ ബോണ്ടിങ്, അതുപോലെ അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മാക്സിമം MCQs നോക്കുക. അല്ലാതെ അനലിറ്റിക്കൽ കെമിസ്ട്രി തിയറി പഠിക്കാൻ പോയാൽ നമുക്ക് പാടായിരിക്കും കിട്ടാനായിട്ട്. അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ചെയ്യേണ്ടത് ടൈട്രേഷൻസിന്റെ ഒക്കെ ഗ്രാഫുകൾ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി MCQs ഓൺ ഇന്ന ടൈട്രേഷൻ, MCQs ഓൺ ഇന്ന ക്രൊമാറ്റോഗ്രഫി, ഓരോ ടൈപ്പ് ക്രൊമാറ്റോഗ്രഫി ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന വേരിയസ് ടൈപ്പ് ഓഫ് അനലിറ്റിക്കൽ ടെക്നിക്സിന്റെ MCQs എന്ന് വളരെ സ്പെസിഫൈ ചെയ്ത് അടിച്ചു കൊടുത്താൽ കൃത്യമായിട്ടുള്ള കുറെ MCQs കിട്ടും. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ജോൺട്ടൻ ഡിസ്റ്റോർഷൻ, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അതുപോലെ തന്നെ റിയാക്ഷൻസ് ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ്, അതുപോലെ ട്രാൻസ് എഫക്റ്റിന്റെ പ്രോബ്ലംസ്, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലാന്തനൈറ്റ്സ് നല്ല രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് കുറെ മഗപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയിൽ മെറ്റൽ ബോണ്ട് കണ്ടുപിടിക്കാനും, ഓർഗാനോമെറ്റാലിക് കറ്റാലിസിസും, ഓർഗാനോമെറ്റാലിക് റിയാക്ഷൻസും, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കും. ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമ്മുടെ മെറ്റാലോ എൻസൈംസ്, അതുപോലെ പിഗ്മെന്റ്സ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ്, അതിന്റെ കറസ്പോണ്ടിങ് മെറ്റൽസ് എന്താണ്, അതിന്റെ റോൾ എന്താണെന്നുള്ളത് പഠിക്കാം. ആസിഡ് ബേസിസിനകത്ത് ഒരു പെർട്ടിക്കുലർ സോൾവെന്റിൽ എന്താണ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നത്, എന്താണ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നോക്കുക. കെമിക്കൽ ബോണ്ടിങ് കൊടുക്കുമ്പോൾ VSEPR തിയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ചോദിക്കും, എക്സെപ്ഷണൽ കേസ് പഠിക്കാം. ദെൻ അതിനകത്ത് നോക്കേണ്ട വേറൊരു കാര്യം, ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് ഹോമോ
ഡയറ്റമിക് മോളിക്യൂൾസ്, ഹെറ്ററോ അറ്റമിക് മോളിക്യൂൾസിന്റെ ഒക്കെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനായിട്ടുള്ള ചോദ്യം വരും. അതുപോലെ തന്നെ അതിന്റെ എനർജിയുടെ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് വരും. അതൊക്കെ നോക്കുക. കെമിക്കൽ പീരിയോഡിസിറ്റിയിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്, അതുപോലെ ബാക്കിയുള്ള ട്രെൻഡുകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അത് നമുക്കൊരു 1 മാസം ഉപയോഗിച്ച് നിങ്ങളുടെ കൃത്യമായ ടൈം ടേബിൾ പ്രിഫർ ചെയ്യുക. ഓക്കെ. അടുത്തത് ഫിസിക്കൽ കെമിസ്ട്രി ആണ്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്, തെർമോഡൈനാമിക്സ് ഉണ്ട്, കൈനറ്റിക്സ് ഉണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട്, മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, ഗ്രൂപ്പ് തിയറി ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്, സോളിഡ് സ്റ്റേറ്റ്, കൊളോയിഡ്സ്, ഇക്വിലിബ്രിയ, പോളിമർ, ഡേറ്റ അനാലിസിസ്, ഗേഷ്യസ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ദെൻ സൊല്യൂഷൻസ് ആൻഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. സൊല്യൂഷൻ ആൻഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അങ്ങനെ ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആയിട്ടാണ് വരുന്നത്. ക്വാണ്ടം കെമിസ്ട്രിയിൽ മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് 1D ബോക്സ്, ഹക്കൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറി, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ തെർമോഡൈനാമിക്സിൽ എല്ലാ റിലേഷൻസും കൃത്യമായിട്ട് ഷോർട്ട് കട്ടൊക്കെ ഉപയോഗിച്ച് പഠിക്കുക. മാക്സ്വെൽസ് റിലേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെയിംഡ് റിലേഷൻസ് ഉണ്ട്, അതെല്ലാം തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ. ദെൻ കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ട്. അപ്പൊ കെമിക്കൽ കൈനറ്റിക്സിനകത്ത് എന്താണെന്ന് നോക്കണേ. കെമിക്കൽ കൈനറ്റിക്സിനകത്ത് ഓർഡർ കണ്ടുപിടിക്കാനും, ഓക്കെ, അതുപോലെ തന്നെ മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാനും, അതുപോലെ അതിന്റെ എൻസൈം കറ്റാലിസിസും, അതുപോലെ നമ്മൾ പഠിക്കുന്ന SSA സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ, ദെൻ തിയറീസ്, ദെൻ കൈനറ്റിക്സ് ഓഫ് സൊല്യൂഷൻസ്, അതെല്ലാം കൃത്യമായിട്ടൊന്ന് പഠിക്കുക. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. സ്പെക്ട്രോസ്കോപ്പി, എല്ലാ സ്പെക്ട്രോസ്കോപ്പിയും ഇമ്പോർട്ടൻസ് കൊടുക്കുക. NMR സ്ട്രക്ചറൽ ഇലൂസിഡേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇലക്ട്രോ കെമിസ്ട്രിയിൽ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രിയോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ടെക്നിക്കായ ടഫേൽ പ്ലോട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിനകത്തും കൃത്യമായിട്ട് നോർമൽ തെർമോഡൈനാമിക് പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് പാർട്ടീഷൻ ഫംഗ്ഷൻസിൽ വരുന്ന റിലേഷൻസ് പഠിക്കുക. സോളിഡ് സ്റ്റേറ്റിൽ നമ്മുടെ ആ ഒരു ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം. അതുപോലെ ഡിഫക്റ്റുകളെ കുറിച്ച് പഠിക്കണം. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ FCC BCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി, ബോഡി ഡയഗണൽ, ഫേസ് ഡയഗണൽ, ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് പഠിക്കണം. ദെൻ FCC BCC SCCയുടെ പ്രത്യേകതകൾ പഠിക്കുക. കൊളോയിഡ്സ് ആൻഡ് സർഫസ് കെമിസ്ട്രിയിൽ എല്ലാ ഐസോതേംസിന്റെയും റിലേഷൻ പഠിക്കുക. കൊളോയിഡ്സിന്റെ ലയോഫോബിക്, ലയോഫിലിക്കിന്റെ ഒക്കെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് പഠിക്കുക. ഇക്വിലിബ്രിയയിലേക്ക് എത്തുമ്പോൾ ലേ ഷാറ്റ്ലിസ് പ്രിൻസിപ്പിളും അതിന്റെ ആപ്ലിക്കേഷൻസ് പഠിക്കുക. പോളിമേഴ്സ് വരുമ്പോൾ നമ്പർ ആവറേജ് മോളിക്കുലാർ വെയിറ്റ്, വെയിറ്റ് ആവറേജ് മോളിക്കുലാർ വെയിറ്റ്, വിസ്കോസിറ്റി ആവറേജ് മോളിക്കുലാർ വെയിറ്റ്, ഇവരുടെ റിലേഷൻസ്, എന്താണ് PDI, എന്താണ് അവർ റിലേഷൻ, ഇതെല്ലാം നോക്കുക. ഡേറ്റ അനാലിസിസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ വേരിയേഷൻ കണ്ടുപിടിക്കാൻ പഠിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പഠിക്കണം. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ പഠിക്കുക. ഗേഷ്യസ് സ്റ്റേറ്റിലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, അതുപോലത്തെ അതിന്റെ റിലേഷൻ, ആ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ നമ്മൾ 11th 12th കുറച്ച് പോർഷൻസും കൂടി ഒന്ന് നോക്കണം. സ്ട്രക്ചർ ഓഫ് ആറ്റം, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, സം ബേസിക് കോൺസെപ്റ്റ്, സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, സോളിഡ് സ്റ്റേറ്റ്, ഇത്രയും യൂണിറ്റ് കൃത്യമായിട്ട് +1 +2 നിങ്ങൾ വായിച്ച് ബേസിക് കാര്യങ്ങൾ അറിയണം. അതിനകത്തു നിന്നുള്ള റിലേഷൻസ് പഠിക്കുക. അതിനകത്തുനിന്ന് നമ്മുടെ എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള MCQs ടെക്സ്റ്റ് അവൈലബിൾ ആണ്. അത് വർക്ക്ഔട്ട് ചെയ്തു പോവുക ഇത്രയും പോർഷൻസിന്റെ. സോ അപ്പം നമ്മൾ ഒരു 2 മാസം കൊണ്ട് ഇനോർഗാനിക്കും ഫിസിക്കലും കഴിഞ്ഞു. then അടുത്തത് നമ്മൾ എടുക്കേണ്ടത് ഓർഗാനിക് ആണ്. ലാസ്റ്റ് സമയത്ത് ഓർഗാനിക് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും പാടുള്ള ഏതാണോ അത് ആദ്യമേ എടുക്കുക. ഞാനിപ്പോൾ ഫിസിക്കൽ, ഇനോർഗാനിക്, ഫിസിക്കൽ, ഓർഗാനിക് എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് മാറ്റുക. എപ്പോഴാണെങ്കിലും ഒരു കാര്യം ഓർക്കുക, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോവുക. ഓർഗാനിക്കിൽ നമ്മൾ ഇന്റർമീഡിയറ്റ്സ്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഇഫക്റ്റുകൾ, ഇലക്ട്രോമെറിക് എഫക്ട്, ഇൻഡക്റ്റീവ്, അത് ഇന്റർമീഡിയറ്റ്സ്, കാർബോകാറ്റോൺ, കാർബീൻസ്, നൈട്രീൻസ്, അവരുടെയൊക്കെ സ്റ്റെബിലിറ്റി ഓർഡർ, അരോമാറ്റിസിറ്റി, അതുപോലെ തന്നെ ഹോമോ അരോമാറ്റിസിറ്റി പഠിക്കുക. ദെൻ ഫ്രീ ഏജന്റ് ആൻഡ് നെയിം റിയാക്ഷൻസ്, പ്രിഡിക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ചോദിക്കത്തുള്ളൂ. വളരെ റെയർ ആയിട്ടാണ് ഇപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ഏത് ഇന്റർമീഡിയറ്റ് ആണെന്ന് ചോദിക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രിഡിക്റ്റ് പ്രോഡക്റ്റും ചോദിക്കും. അതുപോലെ പെരിസൈക്ലിക് റിയാക്ഷൻസ്, ഇപ്പോൾ സൈക്ലോ അഡീഷൻസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദെൻ ഈൻ റിയാക്ഷൻസിൽ നിന്ന് വരുന്നുണ്ട്. ദെൻ എന്താണ് ഇലക്ട്രോസൈക്ലിക്കിൽ നിന്ന് വരുന്നുണ്ട്. ഫോട്ടോ കെമിസ്ട്രിയിൽ നെയിംഡ് ആയിട്ടുള്ള എല്ലാ ഫോട്ടോ കെമിസ്ട്രി റിയാക്ഷൻസും പഠിക്കുക. ജബ്ലോൺസ്കി ഡയഗ്രാം പഠിക്കുക.
അതുപോലെ ഫ്ലൂറസെൻസ് എന്താണ്, ഫോസ്ഫറസെൻസ് എന്താണെന്നുള്ളത് പഠിക്കാം. ഹെട്രോസൈക്ലിക് കെമിസ്ട്രിയിൽ ഒരുപാട് ഡെപ്തിലേക്ക് പോകണ്ട, പക്ഷേ പിരിമിഡിൻ ഡെറിവേറ്റീവ്സ് അതുപോലെ പ്യൂരിൻ ഡെറിവേറ്റീവ്സിന്റെ സ്ട്രക്ചർ പഠിക്കുക. പിന്നെ ഇവരുടെയൊക്കെ സിന്തസിസിന് നെയിംഡ് റിയാക്ഷൻസ് ഉണ്ടാവും, അതെന്താണെന്നൊന്ന് അറിയാം. ദെൻ സ്പെക്ട്രോസ്കോപ്പി, ഈ പറഞ്ഞ പോലെ സ്പെക്ട്രോസ്കോപ്പിയെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ട്രക്ചർ ഇലൂസിഡേഷൻ ആണ്. അത് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് ഒക്കെ നമുക്ക് അറിഞ്ഞാൽ ഒരുവിധം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠനം നടത്തുക. അപ്പോൾ ഇനോർഗാനിക്, ഫിസിക്കൽ, ഓർഗാനിക്, ദെൻ +1 +2 ടോപ്പിക്, ഇത്രയും കാര്യങ്ങളിൽ ഇത്രയും പോർഷൻസ് നിങ്ങൾ കവർ ചെയ്യാതെ പോകരുത്. ഇപ്പൊ ഗ്രൂപ്പ് തിയറി, ഫിസിക്കലിലെ ഗ്രൂപ്പ് തിയറിയിൽ പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ട് പഠിക്കുക, അതുപോലെ GOT തിയറം വർക്ക്ഔട്ട് ചെയ്യാൻ പഠിക്കുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മുഴുവൻ സിലബസും കവർ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. നേരെ മറിച്ച് ഈ 3 ഏരിയാസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻവയോൺമെന്റൽ കെമിസ്ട്രിയും കൂടെ ഒന്ന് പഠിച്ചു പോവുക. അതും ഈ പറഞ്ഞ പോലെ MCQസും വർക്ക്ഔട്ട് ചെയ്താൽ മതിയാവും. അപ്പം ഇത്രയും ഏരിയാസ് നമ്മൾ നന്നായിട്ട്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 3 സെറ്റ് ഏരിയാസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത്തവണത്തെ സെറ്റ് ലഭിക്കും. കാരണം ഇത്രയും കോർ ഏരിയാസ് ആണ്. ഇത് നിങ്ങൾ ഈ ഒരു 3 മാസം കൊണ്ട് നല്ല രീതിയിൽ കവർ ചെയ്ത് MCQs നല്ല രീതിക്ക് വർക്ക് ചെയ്ത് റിവിഷനും കൃത്യമായിട്ട് ചെയ്താൽ ഉറപ്പായിട്ടും സെറ്റ് നിങ്ങളുടെ കൈപ്പിടിയിലിരിക്കും. ലാസ്റ്റ് 10 ദിവസം കൊണ്ട് നമുക്ക് ഒരു മിറക്കിളും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇപ്പോഴേ നല്ലൊരു പ്രിപ്പറേഷൻ, നമ്മളുടെ മുന്നിൽ ഒരു 3 മാസമുണ്ട്, നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും സെറ്റ് നിങ്ങളുടെ കൈപ്പിടിയിൽ ലഭിക്കും. കാരണം അടുത്ത HSST വിളിക്കാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരാറായി. അപ്പൊ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്, ഇത് വിട്ട് കളയരുത്. അതുകൊണ്ട് എല്ലാവരും തന്നെ നല്ല രീതിയിൽ പഠിക്കുക, ലാസ്റ്റ് ചാൻസ് ഒന്ന് കണ്ടുകൊണ്ട് തന്നെ പഠിക്കാം. ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്തിട്ടെ. ലാസ്റ്റ് നമുക്ക് HSST വിളിച്ച സമയത്ത് നടന്ന സെറ്റ് പരീക്ഷ വളരെ എളുപ്പമുള്ളതായിരുന്നു. എളുപ്പത്തിനേക്കാൾ ഉപരി പാസ് പെർസെൻറ്റേജ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അവര് ആ HSSTക്ക് വേണ്ടി തന്നെ പാസ് പെർസെൻറ്റേജ് നല്ല രീതിയിൽ ഉയർത്തി, എക്സാം വളരെ ലിബറൽ ആക്കി. അപ്പോൾ ഇത്തവണ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ജയസാധ്യത കൂടുതലാണ്, കാരണം നെഗറ്റീവ് ഇല്ലാത്ത പരീക്ഷയാണ്. അപ്പൊ അത്തവണ നടന്ന പരീക്ഷയിൽ ഒരുപാട് പേര് പാസ്സായി, ഒരുപാട് പേർക്ക് HSST അപ്ലൈ ചെയ്യാൻ പറ്റി. അവർ HSSTക്ക് അവസരം അവർ കൊടുത്തിരുന്നു, LBS. അപ്പൊ ഇത്തവണയും നമുക്ക് അത് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആ പരീക്ഷ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു റിഗ്രറ്റിലേക്ക് പോകരുത്, പഠിച്ചിരുന്നെങ്കിൽ കിട്ടാമായിരുന്നു എന്ന് പോകരുത്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, സമയം ഒരുപാടുണ്ട്. ഇത്തവണത്തെ സെറ്റ് കൈപ്പിടിയിലാക്കിക്കൊണ്ട് HSST എത്രയും പെട്ടെന്ന് എഴുതിയെടുത്ത് ജോലി സമ്പാദിക്കാം. ടഫ് അക്കാഡമി ഒപ്പമുണ്ടാവും നിങ്ങളുടെ ഈ ഒരു ഉദ്യമത്തിൽ. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. താങ്ക്